തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്ന ആ വചനരംഗമാണല്ലോ ഇത്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാ സൃഷ്ടികളോടും എന്നുള്ള ഈ ഒരു പരാമർശനം മനുഷ്യരെ ഉദ്ദേശിച്ചാണ്. എല്ലാ ജനതകളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ അതിൻ്റെ ഒരു പര്യായം പോലെയുള്ള ഒരു പരാമർശനം തന്നെ ഇത്. എങ്കിൽ പോലും ഈ എല്ലാ സൃഷ്ടികളോടും എന്നുള്ള എടുത്തുള്ള ആ ഒരു സൂചന അത് എല്ലാ ജനതകളോടും എന്നതിനും അപ്പുറം മനുഷ്യർക്കപ്പുറമുള്ള പ്രപഞ്ചം മുഴുവനോടുമുള്ള ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയിലേക്കും ഇവരെ ചൂണ്ടുന്നുണ്ട് എന്ന് നമുക്ക് വചന അടിസ്ഥാനമാക്കി ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. കൊളോസസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായി ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി ആകാശത്തിന് കീഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. സുവിശേഷമെന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല ആവശ്യമായിട്ടുള്ളത്, ജീവജാലങ്ങൾക്കെല്ലാം ഒരു സുവിശേഷം ആവശ്യമുണ്ട്. ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഒരു സുവിശേഷം ആവശ്യമായിട്ടുണ്ട് എന്നാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പല രൂപതയിലെ വൈദികരുടെ ധ്യാനം നടക്കുമ്പോൾ സ്നേഹബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കലച്ചനാണ് ആ വർഷം അച്ഛന്മാർക്കുള്ള ധ്യാനം നടത്തിയത്. അച്ഛൻ ആ ധ്യാനമധ്യേ പങ്കുവച്ചതായ ഒരനുഭവം എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് അന്ന് കേട്ടപ്പോൾ അത്ര ബോധ്യമായില്ല, വിശ്വാസമായില്ല. പക്ഷെ പിന്നീട് സമാനമായ പല അനുഭവങ്ങളും പല കുടുംബങ്ങളിലും കണ്ടു കഴിഞ്ഞപ്പോൾ അതെൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയും ഞാനിപ്പോൾ പലപ്പോഴും അത് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, ഒരിടവകയിൽ ഒരു വീട്ടിൽ കുറേ പൈശാചികമായ പീഡകൾ, ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ച് അവിടെയുള്ള ഒരു പ്രത്യേക വ്യക്തിയെ കേന്ദ്രീകരിച്ച് കുടുംബനാഥ ആരെങ്കിലും ആട്ടെ, ഞാൻ ഓർമ്മിക്കുന്നില്ല. അപ്പോൾ ആ വ്യക്തിയിലൂടെ ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥത വെളിപ്പെടുന്നു. ആ വീട്ടുകാർക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അവരതേപ്പറ്റി അന്വേഷിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും എല്ലാം വികാരിച്ചനോട് സംസാരിച്ചു. വികാരിച്ചന് പക്ഷേ ഇങ്ങനെയുള്ള പൈശാചിക ഇടപെടലിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഒരു ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വല്ല ആശുപത്രി കൊണ്ട് കാണിക്കുക, വല്ല സൈക്കോളജിയോ സൈക്കാട്രിയോ ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായ ചികിത്സ തേട്, അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർക്ക് ആ രീതിയിലൊക്കെ പോയിട്ടൊന്നും ആശ്വാസം കിട്ടുന്നില്ല. അവസാനം ആരോ പറഞ്ഞു, അപ്പം ഇന്ന് പിതാവിൻ്റെ പക്കലൊരു അപേക്ഷ പ്രത്യേകമായിട്ട് കൊടുത്താൽ പിതാവ് ഒരു കൽപ്പന തരും, പ്രത്യേകമായ അധികാരത്തോടുകൂടെ വീട് വെഞ്ചരിച്ച് ഈ തിന്മയുടെ സാന്നിധ്യങ്ങൾ അരൂപികളെല്ലാം ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാനുള്ള കൽപ്പന. അത് വികാരിച്ചം വഴി വേണം അരമനെ കൊടുക്കാൻ. ഈ ആൾക്കാർ അതേപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പം ഒരു വെള്ളക്കടലാസിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം അഭിയുന്ന പിതാവിനോട് സംബോധന ചെയ്തുകൊണ്ട് എഴുതി അതുമായിട്ട് വികാരിച്ചൻ്റെ പക്കൽ കൊണ്ടുവന്നു. വികാരിച്ചൻ അത് വായിച്ചിട്ട് അത്ര ബോധ്യപ്പെട്ടില്ല. പക്ഷേ പിതാവിൻ്റെ പേർക്കൊരു അപേക്ഷ കൊടുക്കാൻ ഇടവാങ്ങൾ എഴുതിക്കൊണ്ട് വരുമ്പം വികാരിച്ചൻ അത്
ഒന്ന് സൈൻ ചെയ്ത് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു ചുമതലയാണ്. അതുകൊണ്ട് അച്ഛൻ ആ രീതിയിൽ ഒരു മിനിമം ഒന്ന് ഫോർവേഡ് ചെയ്ത് ഇത് അങ്ങോട്ട് അയച്ചു, ഞാൻ കണ്ടതാണ് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട്. പിതാവ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കാര്യമുണ്ടെന്ന് തോന്നി, കഴമ്പുണ്ടെന്ന് തോന്നി. അതനുസരിച്ച് അവരുടെ വീട് പ്രത്യേകമായ അധികാരത്തോടുകൂടെ വെഞ്ചരിക്കാനായിട്ടുള്ള കൽപ്പന നൽകുകയാണ്. ഇങ്ങനെയൊരു സംവിധാനം നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെയൊക്കെ രൂപതകളിൽ ഉള്ളതാണ്. അത് പല കുടുംബങ്ങളും അത് വളരെ കരുത്തോടുകൂടി ഉപയോഗിക്കുന്നുണ്ട്. എന്ന് വെച്ച് എന്തിനും ഏതിനും പിതാവിൻ്റെ പക്കലേക്ക് അപേക്ഷയായിട്ട് ചെന്നാൽ എൻ്റെ കൽപ്പന കിട്ടുമെന്ന് വിചാരിക്കരുത്. പൈശാചികമായ ഇടപെടൽ വ്യക്തമായും ശക്തമായും അല്ലാത്ത അവസ്ഥയിലും ഉണ്ട് എന്ന് അഭിയുന്ന പിതാക്കന്മാർക്ക് പിതാവിനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അങ്ങനൊരു കൽപ്പന പിതാവ് തരികയുള്ളൂ. നമ്മുടെ എല്ലാ അരമനകളിലും മെത്രാസന മന്ദിരങ്ങളിലും അങ്ങനെയുള്ള പ്രത്യേക കൽപ്പന കൊടുക്കുവാനുള്ള പ്രത്യേകമായ ഫോമൊക്കെ അടിച്ച് വച്ചിരിക്കുന്നത് തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞതായ കുടുംബത്തിലേക്ക് ഇങ്ങനെ കൽപ്പന കൊടുക്കാനായിട്ട് പിതാവ് അത് വായിച്ച് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവർ ഈ അപേക്ഷയുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അരമനയെന്ന് പറഞ്ഞു ഇത് പിതാവിന് കൊടുക്കാം. പിതാവ് എന്നിട്ടത് വായിച്ചിട്ട് കൽപ്പനന് മറുപടി വികാരിച്ചൻ്റെ പക്കലേക്ക് അയക്കും. നിങ്ങൾ 2 ദിവസം കഴിയുമ്പം വികാരിച്ചൻ്റെ പക്കൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പയ്യെ പള്ളിക്കലെത്തി വികാരിച്ചനെ കണ്ട് ചോദിച്ചു, അച്ഛാ അരമനെ കൊണ്ട് കൊടുത്തായിരുന്നു, കൽപ്പന വന്നോ എന്നറിയാനായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. വികാരിച്ചൻ പറഞ്ഞു കൽപ്പന വന്നില്ല, വരുമ്പോൾ അങ്ങ് അറിയിച്ചേക്കാം. അടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പം ഇവർ വീണ്ടും ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, വീട്ടിൽ അസ്വസ്ഥകളാണ്. വീണ്ടും വന്ന് ചോദിച്ചു, അച്ഛാ കൽപ്പന വന്നോ? വികാരിച്ചൻ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ വരവ്. പിന്നെയും ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞു കൽപ്പന വരുമ്പം അങ്ങോട്ട് അറിയിച്ചേക്കാം, എപ്പോഴും ഇങ്ങോട്ട് വരണ്ട. അല്പം അച്ഛൻ അരിശപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ അങ്ങനെ ശങ്കിച്ച് വിഷമിച്ച് അങ്ങ് തിരിച്ചു പോയി. പിന്നെ അവർക്ക് വരാൻ മടിയെങ്കിലും 1 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ഒന്നുകൂടെ വന്നു. അച്ഛൻ അരിശപ്പെട്ട് വിട്ടു, വന്ന് അറിയിച്ചേക്കാമെന്ന് പറഞ്ഞില്ലേ. അതിന് പിറ്റേ ദിവസം പക്ഷേ ഈ ആൾക്കാർ ഓടി പള്ളിമുറിയിലോട്ട് വരികയാണ്. അച്ഛൻ്റെ മുറിയിലേക്ക് വന്ന് കതക് വന്ന് അകത്തേക്ക് തല നീട്ടിക്കൊണ്ട് അവർ ചോദിച്ചു, അച്ഛാ കൽപ്പന വന്നില്ലേ? അച്ഛാ കൽപ്പന വന്നില്ലേ? ഇന്നലെ മുതൽ അവിടെ കിടന്ന് ബഹളമാണ്, കൽപ്പന വന്നു രക്ഷയില്ല, കൽപ്പന വന്നു രക്ഷയില്ല എന്നാണ് അങ്ങനെ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നത്. അച്ഛാ കൽപ്പന വന്നില്ലേ അച്ഛാ? അപ്പോഴേക്കും ഇവരുടെ ഈ ഓടി വന്നുള്ള ചോദ്യവും ആവേശവും ഉറപ്പും എല്ലാം കണ്ടപ്പോൾ അച്ഛന് സംശയം. അച്ഛന് രക്ഷപ്പെടാൻ പോകാതെ അച്ഛനൊന്ന് നോക്കി. അച്ഛൻ എന്നിട്ട് ഈ പോസ്റ്റ്മാൻ കത്ത് കൊണ്ടുവന്നിടുന്നതായ ആ ഒരു ജനാലയുടെ പാളി തുറന്നാൽ കത്തിടുക. അച്ഛൻ അങ്ങോട്ട് നോക്കി, ആ ജനാലപ്പടിയിലൊന്നുമില്ല. അച്ഛൻ പിന്നെ അല്പം കുനിഞ്ഞ് താഴേക്ക് നോക്കിയപ്പം ജനാലപ്പടിക്കപ്പുറത്തുള്ള ഷെൽഫിൻ്റെ അടിയിൽ ഒരു കവറ് കിടക്കുന്നു. അച്ഛൻ അതെടുത്തു. അത് അരമനയിൽ നിന്നുള്ള പിതാവിൻ്റെ കൽപ്പനയായിരുന്നു. അത് കണ്ടപ്പോൾ വികാരിച്ചന് ബോധ്യമായി അച്ഛന് ആ വീട് വെഞ്ചരിക്കാനായിട്ട് തയ്യാറായി എന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ പനശ്ശിക്കലച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് രൂപതയിലെ അച്ഛന്മാർക്കുള്ള ധ്യാനത്തിൽ പങ്കുവച്ചത് ഓർക്കുകയാണ്. പിന്നീട് അജപാലന അനുഭവങ്ങളുടെ കടന്നു വന്നപ്പം സമാനമായ സാഹചര്യങ്ങൾ ഉള്ള കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ പിതാവിൻ്റെ പ്രത്യേകമായ അധികാരത്തോടുകൂടെ വെഞ്ചരിച്ച് വിടുതൽ കിട്ടേണ്ട ആവശ്യമുള്ള വീടുകളും പറമ്പുകളും പുരയിടങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഒരിക്കൽ പാലാരൂപത അധ്യക്ഷനായ അഭിമന്യ കൽറങ്ങാട്ട് ജോസഫ് പിതാവ് അവർ സംസാരിച്ചപ്പം പിതാവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ സമാനമായൊരു സംഭവം പങ്കുവച്ചതും ഓർക്കുകയാണ്. നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി പിതാവായിട്ട് സംസാരിക്കുമ്പം പിതാവ് അസിസ്റ്റൻ്റായിരുന്ന ഒരിടവകയിൽ ഒരു വീട്ടിൽ വല്ലാത്ത അസ്വസ്ഥതകൾ എന്തൊക്കെയോ ഇങ്ങനെ കാരണമൊന്നുമില്ലാതെ വീട്ടിൻ്റെ പരിസരത്തുമൊക്കെ രക്തം കെട്ടിക്കിടക്കുന്ന കാണുന്നു. അങ്ങനെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. അതേപ്പറ്റി അവർ വിഷമിച്ചപ്പോൾ ഈ കാര്യമറിഞ്ഞ് ആരോ പറഞ്ഞറിഞ്ഞിട്ട് അവർ അഭിയുന്ന പിതാവിൻ്റെ പക്കൽ അന്ന് ഒരപേക്ഷ കൊടുത്തു. അങ്ങനെ കൽപ്പന പിതാവിൻ്റേത് വന്നു. വികാരിച്ചൻ്റെ മേശപ്പുറത്ത് കൽപ്പന ഇരിക്കുകയാണ്. ഈ കുടുംബാംഗങ്ങൾ വികാരിച്ചൻ്റെ പക്കലെത്തി ഇങ്ങനെ വെഞ്ചരിക്കാൻ എന്നാ വരുന്നത്, കൽപ്പന വെച്ച് വെഞ്ചരിക്കാൻ എന്നാണ് അച്ഛൻ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ വികാരിച്ചൻ എന്തുകൊണ്ടോ ഉത്തരം കൊടുക്കുന്നില്ല, ഒരു സമയം ഫിക്സ് ചെയ്ത് പറയുന്നില്ല. അവിടെ ഈ കുടുംബക്കാരിങ്ങനെ പുറത്ത് മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ 1-2 ദിവസം പിന്നെയും വന്ന് അച്ഛനോട് ചോദിച്ച് കാത്തു നിൽക്കുന്നു, എന്നാൽ വെഞ്ചരിക്കാൻ വരുന്ന അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അച്ഛനൊരു സമയമൊന്നും പറയുന്നില്ല.
അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ട് കൊച്ചച്ഛനായിരിക്കുന്ന വിരുന്നുകളുടെ പിതാവ് ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നിൽക്കുന്നേ? അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഇങ്ങനെ വീട് വെഞ്ചരിക്കാൻ പിതാവിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട്. വികാരിച്ചനത് ഒരു സമയം പറയാൻ വേണ്ടി ഞങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ, അച്ഛനൊന്നും പറഞ്ഞില്ല. ഉടനെ ഈ കൊച്ചച്ഛനകത്ത് കയറി വികാരിച്ചൻ ചോദിച്ചു, അച്ഛാ, അവർ നിൽക്കണ്ടല്ലോ, എന്താണ് കൽപ്പന വന്ന കാര്യം, വെഞ്ചരിക്കാനാണോ? എന്നാൽ വികാരിച്ചൻ പറഞ്ഞതാ, ഇതാണ്ട് കൽപ്പന, അവരുടെ വീട് വെഞ്ചരിക്കാനായിട്ട് പ്രത്യേക അനുവാദത്തോടുകൂടെ അധികാരത്തോടുകൂടെ. കൊച്ചച്ഛനത് വായിച്ചു നോക്കി. അച്ഛൻ ചോദിച്ചു, ഞാൻ പോയി വെഞ്ചരിച്ചാൽ മതിയോ? വികാരിച്ചൻ പറഞ്ഞു, അതും മതി. അച്ഛനോ വികാരിച്ചനോ അല്ലെ വികാരിച്ചൻ നിശ്ചയിക്കുന്ന മറ്റു വൈദികനോ വെഞ്ചരിക്കാമെന്നാണ് അതിനകത്ത് സാറിന് എഴുതിയിരിക്കുക കൽപ്പന പ്രകാരം. അപ്പം വികാരിച്ചൻ ആ ചുമതല കൊച്ചച്ഛൻ ഇങ്ങോട്ട് താല്പര്യം കാണിച്ച് വന്ന് വോളണ്ടറി ചെയ്തപ്പം അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛനെ കത്തുമായിട്ട് പുറത്തേക്ക് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, 3 ദിവസം നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് നിങ്ങൾ വരിക, 3-ാം ദിവസം വണ്ടിയായിട്ട് വന്നേരെ ഞാൻ വന്ന് വീട് വെഞ്ചരിക്കാം. അങ്ങനെ അഭിനന്ദകളുടെ ദിവസനായിരിക്കുമ്പോൾ പോയ വീട് വെഞ്ചരിച്ചു. അതേപറ്റി പിതാവ് പിന്നെ പറയുകയാണ്, അതിനുശേഷം അങ്ങനത്തെ ഒരു അസ്വസ്ഥത ആ വീട്ടിൽ ഉണ്ടായിട്ടേയില്ല. നമ്മൾ സഭയിലൂടെ നല്ല ദൈവ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകൾ അതിവിപുലമാണ്. നമ്മൾ കുർബാനയിൽ സിറമലബ കുർബാന ചെല്ലുന്നുണ്ടല്ലോ, എല്ലാ സഹായങ്ങളും സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ തെറ്റി വിളിക്കാറുണ്ട്, സഭയിൽ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും എല്ലാം നിറഞ്ഞ് ഇങ്ങനെ മകുടം ചൂടി നിൽക്കുന്ന അവസ്ഥയുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ്. അതൊക്കെ ഇച്ചിരി അതിശയോക്തിയല്ലേ? യഥാർത്ഥത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യജീവിതത്തെയും നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങളെയൊക്കെ വിശ്വാസപൂർവ്വം വിലയിരുത്തി മനസ്സിലാക്കി സമീപിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുർബാനക്രമത്തിൽ ആ ഒരു പ്രാർത്ഥനാ പരാമർശനം അസ്ഥാനത്തല്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നിരവധിയായ തമ്പുരാൻ്റെ ഇടപെടലിനുള്ള അവസരങ്ങൾ സഭയിൽ ഒരുക്കി വച്ചിരിക്കുന്നത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നേ ഉള്ളൂ. വീട് വെഞ്ചരിപ്പ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായുള്ള സഭയുടെ ഒരു പാരമ്പര്യമാണ്. വീട് വെഞ്ചരിക്കുക, വീട് മാത്രമല്ല മറ്റ് ഏത് ഭൗതിക വസ്തുക്കളും ആശീർവദിച്ച് വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ചിട്ട് ഉപയോഗിക്കുക എന്നൊരു പാരമ്പര്യം സഭയിൽ ആദ്യ നാളുകൾ മുതൽ ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത്? നമുക്കറിയാം, മാമോദീസ മുങ്ങുമ്പോൾ മാമോദീസ മുങ്ങാനായിട്ട് പള്ളിക്കലോട്ട് വരുമ്പം ആ തിരുക്കർമ്മം കാർമ്മികം നിർവഹിക്കുന്നത് പള്ളിയുടെ പുറത്ത് വെച്ചാണ്, ആനവാതിൽക്കയുടെ പുറത്ത് വെച്ചാണ്. അവിടെയാണ് കുഞ്ഞിനെയും കൊണ്ട് ജ്ഞാനസ്നാന മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ വന്ന് നിൽക്കുക. അപ്പോൾ അവിടെ പ്രാർത്ഥന ആരംഭിച്ച് കഴിയുമ്പം കാർമ്മികൻ ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കും നമുക്കറിയാം. ഒന്നാമത്തെ ചോദ്യം പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നുള്ളതാണ്. അതിന് ആഗ്രഹിക്കുന്നു എന്നുത്തരം പറഞ്ഞിട്ടാണ് ബാക്കി ചോദ്യങ്ങളിലേക്ക്. രണ്ടാമത്തേത് പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പൈശാചികമായ ആഡംബരങ്ങളും സഹായങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? മൂന്നാമത്തേത് യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നുവോ? അപ്പോൾ ഈ 3 ചോദ്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഉത്തരം കൊടുത്തു കഴിയുമ്പോഴാണ് പ്രത്യേകം പ്രാർത്ഥിച്ച തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശടയാളം പതിച്ചിട്ട് ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ച് പള്ളിക്കകത്തോട്ട് കയറ്റി ബാക്കി പിന്നെ മാമോദീസയുടെയൊക്കെ തിരുകർമ്മങ്ങൾ തുടരുക. അപ്പോൾ പിശാചിൻ്റെ സകലവിധ അടിമത്തങ്ങളിൽ നിന്നും ഒരു വ്യക്തിയുടെ ജീവിതം മോചനം പ്രാപിക്കുന്ന നിമിഷമായിട്ടാണ്, അല്ലെങ്കിൽ ശുശ്രൂഷയായിട്ടാണ് മാമോദീസയെ ആ ഒരു കാഴ്ചപ്പാടിൽ സഭ കാണുന്നത്. അവിടെ മാമോദീസയോടനുബന്ധിച്ചുള്ള ഈ ഒരു ചോദ്യവും ഈ ഒരു കുരിശടയാളം വരച്ചുള്ള ഈ ശുശ്രൂഷയും മൈനർ എക്സോർസിസം എന്ന പേരിലാണ് സഭയിൽ അറിയപ്പെടുന്നത്. മറ്റൊരു കുദാശയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന എക്സോർസിസം പിശാചിൻ്റെ സകല ആധിപത്യങ്ങളെയും, അത് ആദിമ നൂറ്റാണ്ടുകൾ ഇതിനേക്കാൾ ആഘോഷമായിട്ടാണ് നടത്തിയിരുന്നത്. പിശാചിനെ പേര് പറഞ്ഞ് ആട്ടി ഓടിച്ചും ഈശോയെ രക്ഷകനായിട്ട് അറിഞ്ഞ് സ്വീകരിച്ചും അങ്ങനെയൊക്കെ സമയമെടുത്ത് പല തിരുക്കർമ്മങ്ങളിലൂടെ പൂർത്തിയാകുന്ന ശുശ്രൂഷയായിരുന്നു. ഇന്നതിൻ്റെ ഏറ്റവും ലളിതമായൊരു ഫോമാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ കുരിശൻ്റെ മുദ്ര നെറ്റിയിൽ പതിച്ച്, അതൊരു മായാത്ത മുദ്രയാണ്, ആത്മാവിൽ പതിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നെറ്റിയിലെ കുരിശടയാളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഏതൊരു പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും എല്ലാം നെറ്റിയിൽ നമ്മൾ മാമോദീസയെ പതിഞ്ഞ് കിട്ടിയ കുരിശൻ്റെ മുദ്രയെ വീണ്ടും പുതുക്കിയെടുക്കുന്നുണ്ട്. വിശുദ്ധ കുരിശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വലിയ കുരിശടയാളം അതൊരു
അവിടെ ആഘോഷപൂർണമായ അതേസമയം ഏതവസരത്തിൽ ആർക്കും എവിടെ ഉപയോഗിക്കാവുന്ന ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയാണ്. ആ അപേക്ഷാ രീതിയിലുള്ള ഒരു ബഹിഷ്കരണ വിടുതൽ പ്രാർത്ഥനയാണ്. അത് ഈ കുരിശിൻ്റെ അടയാളത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് മാമോസ മുങ്ങുന്ന വ്യക്തികൾ, സ്ത്രീകളോ പുരുഷന്മാരും ഒക്കെ ആ നെറ്റി വലിയ ആദരവിൻ്റെ സ്ഥലമായിട്ട് കരുതിയിരുന്നു. നേരത്തെ ഒരിക്കൽ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൊട്ടുകുത്തുക എന്നൊക്കെ പറയുന്നുള്ള ഒരു ആഡംബര പ്രവണത അതുകൊണ്ട് ആദിമ നാളുകളിലൊന്നും ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അവിടെ സ്ത്രീകളാരും പൊട്ടുകുത്തുമായിരുന്നില്ല. കാരണം ഇവിടെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ആ ബ്ലെസ്സിങ്ങിനെ അവഗണിച്ച് അവിടെ വേറെ ഒന്നും വെക്കാൻ അവർ തയ്യാറായിരുന്നില്ല. ഇന്ന് ആ ഒരു ചിന്തയൊക്കെ ബോധ്യമൊക്കെ പലപ്പോഴും സത്യം വരാതെ വരുന്നത് കൊണ്ട് നമ്മുടെ പെൺകുട്ടികളൊക്കെ പൊട്ടുകുത്തുന്ന രീതി കാണാറുണ്ട്. പൊട്ടുകുത്തുന്നതല്ല കുഴപ്പം, പക്ഷേ കുരിശിനെ അവഗണിച്ച് പോകുന്നു. അപ്പോൾ കുരിശിൻ്റെ ഒരു സംരക്ഷണം ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ്. മാത്രമല്ല പൊട്ടുകുത്തുമ്പോൾ അതിനകത്ത് മറ്റു പല വികൃതമായ അടയാളങ്ങളൊക്കെയുള്ള പൊട്ടുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. പല പൈശാചിക അടയാളം എന്ന് പറയാവുന്ന പോലെ തന്നെ പഴുതാര പോലെയും പാമ്പ് പോലെയൊക്കെയുള്ള അടയാളങ്ങൾ കാണാറുണ്ട്. അതൊക്കെ നെറ്റിയിൽ വെക്കുമ്പോൾ അതൊരു വലിയ ഒരു പൈശാചിക പ്രവൃത്തിയായിട്ട് തന്നെ വരികയാണ്. കാരണം ഈ കുരിശിനെ നമ്മൾ വിലമതിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിനെ അവഗണിക്കുകയും ആ കുരിശിൻ്റെ മുദ്രയെ അവഹേളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവമായിട്ടത് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുരിശിൻ്റെ അടയാളം വഴി മാമോദീസ ശുശ്രൂഷയിലൂടെ പൈശാചികമായ അടിമത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വീണ്ടെടുക്കുകയാണ്. വിശുദ്ധ പോളാറാമൻ പാപ്പയുടെ ഡെലിവറസ് ഫ്രം ഈവിൾ എന്നുള്ള ആ ഒരു പ്രബോധനത്തിന് പാപ്പ പറയുന്ന ഒരു കമൻറ്റ് ഇവിടെ നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. പാപ്പ പറയുകയാണ്, ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ ശിശുവും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നതിനേക്കാൾ പിശാചിൻ്റെ കരങ്ങളിലേക്കാണ് വീഴുന്നത് അല്ല വരുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് തോന്നും. ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ വ്യക്തിയും പിശാചിൻ്റെ കയ്യിലേക്കാണോ, പിശാചിൻ്റെ അടിമയായിട്ടാണോ പോകുന്നത്? അതിച്ചിരി കടന്ന കയ്യല്ലേ അങ്ങനെ പറയുന്നത് എന്ന് ആദ്യം ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പിന്നീട് മാമോദിസയ്ക്ക് ഈ പറഞ്ഞ പോലെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പള്ളിയുടെ വാതൊക്കെ നിൽക്കുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ പിതാവിൻ്റെ ഈ ഒരു കമൻറ്റ് പൊങ്ങി വന്നത്. പിതാവ് പറയുകയാണ് അവിടെ ജനിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യ ശിശുവും പിശാചിൻ്റെ കയ്യിലേക്കാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അല്ല വീഴുക. പിന്നീട് മാമോദീസയിലൂടെയാണ് ദൈവം സഭാ ശുശ്രൂഷ വഴി ആ വ്യക്തിയെ വീണ്ടെടുത്ത് തൻ്റെ മകനും മകളും ആക്കുന്നത്. അത് എത്ര കൃത്യമാണ്. സഭയുടെ ശുശ്രൂഷ അങ്ങനെയാണ്. പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ, മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നോ? മാമോദിസയ്ക്ക് വരുമ്പോൾ ചോദ്യം ഏതെങ്കിലും ഒരു വ്യക്തി തലതൊട്ടപ്പം പറയുക, അച്ഛാ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ശുശ്രൂഷ പിന്നെ മുന്നോട്ട് പോവുകയല്ല. അച്ഛൻ പറയും, എന്നാൽ നിങ്ങൾ പൊക്കോ, നിങ്ങളെന്തിനാണ് പിന്നെ വന്നത്, പൊക്കോ. അപ്പോൾ അവർ പോകേണ്ടി വരും. അങ്ങനെ പോയാൽ അവർ പോകുന്നത് ഏതവസ്ഥയിലാണ്? ആ ഒരു ചോദ്യവും ഉത്തരവും അനുസരിച്ച് നോക്കുമ്പോൾ അവർ മാമോദിസയുടെ കുരിശിൻ്റെ മുദ്ര സ്വീകരിക്കാതെ തിരിച്ചു പോയാൽ അവർ തിരിച്ചു പോകുന്നത് പിശാചിൻ്റെ അടിമത്തത്തിലാണ്, പിശാചിൻ്റെ മകനോ മകളോ ആയിട്ടാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് അത്ര ഗൗരവത്തിലാണ് മാമോദിസയുടെ തിരുക്കർമ്മത്തെ വെച്ചിരിക്കുക. പോളാറാം പാപ്പയുടെ ആ ഒരു പരാമർശനം. അപ്പോൾ ദൈവമകനും മകളും ആകുന്നില്ല എങ്കിൽ പിശാചിൻ്റെ അടിമത്തത്തിൽ എന്ന് വെച്ചാൽ കുറച്ചടിച്ച് പറഞ്ഞാൽ പിശാചിൻ്റെ മകനോ മകളോ ആ അവസ്ഥയിലാണ് എന്നതിന് സൂചന. അപ്പോൾ ഇങ്ങനെ മനുഷ്യമക്കളെ പിശാചിൻ്റെ സകല അവകാശങ്ങളിൽ നിന്നും ആധിപത്യങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്ന ശക്തമായ ദൈവിക ശുശ്രൂഷ മാമോദിസ എന്നുള്ള കൂദാശ അതിലൂടെ മനുഷ്യമക്കളെ ശുദ്ധീകരിച്ചെടുക്കുന്നു. പക്ഷേ മനുഷ്യമക്കളെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ ഈ മനുഷ്യമക്കൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, ഭൗതികമായ സാഹചര്യങ്ങൾ അതും കൂടെ വിശുദ്ധീകരിച്ചെടുക്കേണ്ട ഒരു ആവശ്യം സഭയ്ക്ക് ആദ്യം മുതലേ ബോധ്യപ്പെട്ടിരുന്നു. നമ്മൾ നേരത്തെ ഒരിക്കൽ ഈ പങ്ക്തിയിൽ പങ്കുവച്ചതുപോലെ ആദ്യത്തെ പാപമുണ്ടായി കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനത്തിൽ ആദത്തോട് ഹവ്വയോടും ദൈവം സംസാരിക്കുമ്പം അവിടുന്ന് പറയുന്ന ഒരു വചനമുണ്ടല്ലോ, നീ മൂലം തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അപ്പം നീ മൂലം നിൻ്റെ പ്രവൃത്തി വഴി, ആ പ്രവൃത്തി പാപത്തിൻ്റെ പ്രവൃത്തി, അതിൽ ലംഘിച്ചതിൻ്റെ പ്രവൃത്തി, അതുവഴി നിന്നെ ഏൽപ്പിച്ച മണ്ണിൻ്റെ മേൽ ഒരു പൈശാചികമായ സ്വാധീനം വന്നിരിക്കുന്നു. അതാണ് ശാപം ഉള്ളത്, ശപിക്കപ്പെട്ടതായിരിക്കും. അതിനു മുമ്പ് നല്ല ദൈവം സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും പറഞ്ഞ് നമുക്കറിയാം നന്നായിരിക്കുന്നു അങ്ങനെ പറഞ്ഞാണ് പ്രപഞ്ചം മുഴുവനെ സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അങ്ങനെ 6 ദിവസം സൃഷ്ടി പൂർത്തിയാകുന്നത്. ആ സൃഷ്ടപ്രപഞ്ചത്തെ
നമ്മൾ നോക്കിയപ്പോൾ തമ്പുരാൻ പറയുകയാണ്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കുന്നു. പിന്നീട് നമ്മൾ ഏശയ്യ 24 5, 6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ കൽപ്പന ലംഘിച്ചു, നിയമം ലംഘിച്ചു, ഉടമ്പടിക്ക് ഭംഗം വരുത്തി, അതുകൊണ്ട് ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗം കാണാം. അപ്പോൾ ആദ്യം അതൊക്കെ നമ്മുടെ ഒറ്റ പാപം വഴി ഉള്ള അവസ്ഥയിലേക്ക് മണ്ണ് പോയെങ്കിൽ, പ്രപഞ്ചം പോയെങ്കിൽ, പിന്നീട് ഉള്ള മനുഷ്യ മക്കളുടെ നിരവധിയായ പാപത്തിൻ്റെ നിമിഷങ്ങളും പ്രവൃത്തികളും ജീവിതവും വഴിയായിട്ട് ഈ മണ്ണിൻ്റെ മേൽ ഒരുപാട് പാപത്തിൻ്റെ കറ പതിഞ്ഞിട്ടുണ്ട്. കായേൻ ആബേൽ രക്തം ചിന്തിയപ്പം തമ്പുരാൻ സ്വർഗ്ഗത്തിൽ ചോദിക്കുന്ന രംഗം നമുക്കറിയാം. ഉൽപ്പത്തി 4-ാമത്തെ അധ്യായത്തിൽ, നിൻ്റെ സഹോദരൻ്റെ രക്തം ഈ മണ്ണിൽ നിന്നും എൻ്റെ പക്കൽ നിലവിളിക്കുന്നു. മണ്ണിൽ വീണിരിക്കുകയാണ് മനുഷ്യരക്തം. മനുഷ്യരക്തം മണ്ണിലല്ല കിടക്കേണ്ടത്, അത് മനുഷ്യ സിരകളിലാണ് ഒഴുകേണ്ടത്. ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം വെച്ച ക്രമം തെറ്റി. അപ്പോൾ അത് മണ്ണിൽ നിന്ന് നിലവിളിക്കുകയാണ്. അങ്ങനെ പിന്നീട് എന്തുമാത്രം രക്തമാണ് ഈ മണ്ണിൽ വീണ് ഈ മണ്ണ് മുഴുവനും ഈ പാപത്തിൻ്റെ ഭാരം പേറുന്ന അവസ്ഥ. അങ്ങനെയുള്ള ഈ മണ്ണിൽ നിന്ന് എടുക്കുന്ന കല്ലും തടിയും ഇരുമ്പും ഒക്കെ ഉപയോഗിച്ച് പണിയുന്ന ഭവനങ്ങളിൽ ഇങ്ങനെ ഒരു ശാപത്തിൻ്റെ ഒരു സ്വാധീനം, അല്ലെ ഒരു ദൈവികത ഇല്ലായ്മയുടെ ഒരു അന്തരീക്ഷം സഭ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വീട് വെഞ്ചരിപ്പ് വെച്ചിരിക്കുന്നത്. നല്ലപോലെ അലക്കി തേച്ച് വെണ്മയാക്കി മടക്കിയെടുത്ത ഒരു ഉടുപ്പ്, ആ ഉടുപ്പ് പക്ഷേ കൊണ്ടുവെക്കാനായിട്ട് ചേർന്ന ഒരു അലമാര ഇല്ലെന്ന് വിചാരിക്കൊരു വീട്ടിൽ. അലക്ക് തേച്ച് വൃത്തിയാക്കി എടുത്ത ഉടുപ്പുമായിട്ട് ചെന്നിട്ട് വെക്കാൻ സ്ഥലം കാണാതെ അടുക്കളയുടെ പുറകുവശത്ത് മുളകരയ്ക്കുന്ന അരകല്ലും വെള്ളം വെച്ചിരിക്കുന്ന അവിടെ കൊണ്ട് വെക്കുക എന്ന് വിചാരിക്കുക. ആ ഉടുപ്പ് നമുക്കറിയാം ഉപയോഗിക്കാനായിട്ട് കൊള്ളത്തില്ല. എത്ര ഭംഗിയായിട്ട് അലക്കി എടുത്തതാണെങ്കിലും അത് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അത് ചേർന്ന ഒരു അലമാര വൃത്തിയുള്ളത് വേണം എന്ന് പറഞ്ഞാൽ മനുഷ്യ മക്കളെ വിശുദ്ധീകരിച്ച് മാമോദിസ വഴി എടുത്തിട്ട് അവർക്ക് പാർക്കാനുള്ള അന്തരീക്ഷവും വിശുദ്ധീകരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വീട് വെഞ്ചരിപ്പ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കുരിശൻ്റെ മുദ്ര അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കുമ്പോൾ പ്രാർത്ഥന മാത്രമല്ല, അതൊരു ഹൗസ് വാമിങ് മാത്രമല്ല, ഒരു ചടങ്ങല്ല ഈർത്താമസം, അതൊരു വിശുദ്ധീകരണ സ്പർശനമാണ്. അതുകൊണ്ടാണ് അച്ഛന് കുടുംബത്തിൽ കാണിക്കുന്ന എല്ലാ മുറികളിലും വരാന്തയിലും മുറ്റവും പരിസരവും കിണറും തൊഴുത്തും എല്ലായിടത്തും പോയി ഈ ആശീർവദിച്ച വിശുദ്ധ ഇല തളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എസെക്കിയേലിൽ 36-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ശുദ്ധ ഇല തളിക്കും, എല്ലാം മാലിന്യങ്ങൾ ശുദ്ധരാക്കപ്പെടും. ആ ഒരു വിശുദ്ധീകരണ അനുഭവം പഴയ നിയമത്തിൽ പോലും പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൽ കുരിശടയാളത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈശോയുടെ തിരുരക്തത്തിൻ്റെ കരുത്തുള്ള വിശുദ്ധയിൽ നിറച്ചുകൊണ്ട് ഈ ഭവനവും പരിസരവും മുഴുവൻ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അതുവഴി യഥാർത്ഥത്തിൽ ആ സൃഷ്ടവസ്തുവിനുള്ള ഒരു സുവിശേഷ പ്രഘോഷണവും കൂടിയാണത്. വികാരിച്ചൻ വന്ന് വീട് വെച്ചിരിക്കുന്ന അനുഭവം അച്ഛന്മാർ ചാർജെടുക്കുമ്പോഴോ 2-3 വർഷം കൂടുമ്പോഴോ സാധാരണ കാണാറുള്ളൂ. പക്ഷേ അച്ഛന്മാർ വെഞ്ചരിച്ചിട്ട് പോയി കഴിയുമ്പം തുടർന്ന് ആഴ്ച ഒരു ദിവസമോ ഒരുപക്ഷെ എല്ലാ ദിവസമോ ആ വീടും പരിസരമൊക്കെ ഇതുപോലെ തന്നെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ ഇലം തളിച്ച് ആശീർവദിക്കുക എന്നുള്ളത് ആ സൃഷ്ടവസ്തു ആ വീടും പറമ്പുമൊക്കെ സുവിശേഷത്തിൻ്റെ സ്പർശനത്തിലും കരുത്തിലും സൂക്ഷിക്കുന്നതിനുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെയും നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെയും ഭാഗമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയുമായി അങ്ങ് ഭൂമിയിലേക്ക് വന്നു. പിശാചിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യ മക്കളെ കുരിശൻ്റെ അടയാളത്താൽ മാമോദീസയിലൂടെ സകല പൈശാചിക അവകാശങ്ങളും നീക്കി അങ്ങ് വീണ്ടെടുക്കുന്നു, ദൈവമകനും മകളുമാക്കി തീർക്കുന്നു. ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീടും പരിസരങ്ങളും അതുപോലെ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണമെന്ന് അങ്ങ് സഭയിൽ വിശുദ്ധാത്മാവ് വഴി പ്രേരണ കൊടുത്തു. അങ്ങ് അപ്പസ്തലന്മാരെ സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ച പറഞ്ഞു, സകല സൃഷ്ടികളോടും പോയി സുവിശേഷം പ്രസംഗിക്കുക. പൗലോസ് പറഞ്ഞു, ആകാശത്തിലേക്കുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവനും ജീവജാലങ്ങൾക്കെല്ലാം അങ്ങയുടെ സുവിശേഷം, അങ്ങയുടെ കുരിശിൻ്റെ രക്ഷാകരമായ സ്പർശനം ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ദൈവമേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വീടും ഭവന പരിസരങ്ങളും ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളും വസ്തുക്കളെല്ലാം അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് അറിഞ്ഞ് നിരന്തരം ചേർക്കാൻ, അവിടെ വേണ്ട എല്ലാ അശുദ്ധിയും ദൂരീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വെളിച്ചവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ടനുമ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും ഈ സമയം അങ്ങയുടെ തിരുവചനത്തിനായിട്ട് കാതോർത്ത് വിശ്വാസപൂർവ്വം അത് സ്വീകരിച്ച്
അവരുടെ തങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെ വീടുകളെയും പരിസരങ്ങളെല്ലാം അങ്ങയുടെ കുരിശൻ്റെ മുദ്രയ്ക്ക് ഒരിക്കൽ കൂടി കീഴ്പ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സ്പർശനവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നാം ഓരോരുത്തരുടെയും ഭവനങ്ങളോടും ഭവന പരിസരങ്ങളോടും സാഹചര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.